ബി.ജെ.പിക്കെതിരെ രൂക്ഷ വിമർശനവുമായി കെ.സി.ബി.സി. തല്ലും തലോടലും എന്ന തലക്കെട്ടിൽ ദീപിക പത്രത്തിൽ എഴുതിയ ലേഖനത്തിലാണ് വിമർശനം. ഒരു വശത്ത് വിരുന്നൊരുക്കുകയും മറുവശത്ത് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് കെ.സി.ബി.സി. ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ഫാദർ ജേക്കബ് പാലക്കാപ്പിള്ളിയുടെ ലേഖനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. കേരളത്തിൽ ബി.ജെ.പിയുടെ ഇരട്ടത്താപ്പ് പൊതുസമൂഹം തിരിച്ചറിയും. ക്രൈസ്തവ നേതൃത്വവുമായി സമവായമുണ്ടാക്കാനുള്ള ബി.ജെ.പിയുടെ ശ്രമങ്ങൾക്ക് സഭയുടെ പ്രോത്സാഹനമില്ലെന്നും ലേഖനം ചൂണ്ടിക്കാട്ടുന്നു. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. ടോബി, ക്രൈസ്തവ വിഭാഗത്തെ ഒപ്പം നിർത്താൻ, അവരെ സ്വാധീനിക്കാൻ, അവരെ പരമാവധി അവരെ സാന്ത്വനപ്പെടുത്താൻ വേണ്ടിയുള്ള നീക്കങ്ങളൊക്കെ വളരെ ബോധപൂർവം ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും നടപ്പാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണല്ലോ ബി.ജെ.പിയുടെ നയങ്ങളെയും സമീപനങ്ങളെയും രൂക്ഷമായി വിമർശിച്ചുകൊണ്ടുള്ള ഒരു ലേഖനം പുറത്തു വന്നിരിക്കുന്നത്. എന്താണ് ആ ലേഖനത്തിന്റെ ഉള്ളടക്കം? ഇത് സഭയുടെ നിലപാട് വ്യക്തമാക്കുകയാണോ? തീർച്ചയായിട്ടും സഭയുടെ ഒരു നിലപാടായി തന്നെ അതിനെ വായിച്ചെടുക്കണം. തല്ലും തലോടലും ഒരുമിച്ച് പോകില്ല എന്നുള്ള തലക്കെട്ടോടു കൂടിയാണ് ഇപ്പോൾ ഈ ജേക്കബ് പാലക്കാപ്പള്ളി ഈ ഒരു ലേഖനം എഴുതിയിരിക്കുന്നത്. ഒരുപക്ഷെ അടുത്ത നാളുകളിലൊന്നും തന്നെ ബി.ജെ.പിക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു രൂക്ഷ വിമർശനം കത്തോലിക്ക സഭയുടെ ഭാഗത്ത് നിന്ന്, സീറോ മലബാർ സഭയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് ഈ ഒരു വിമർശനം വരുന്നത്. അതിൽ എടുത്തു പറയുന്ന കാര്യങ്ങൾ ചില കണക്കുകൾ നിർത്തിക്കൊണ്ടാണ് ഈ ലേഖനം തുടങ്ങുന്നത്. രാജ്യാന്തര സംഘടനകൾ നടത്തിയ ചില പഠനങ്ങളാണ് ഇതിൽ ചൂണ്ടിക്കാട്ടുന്നത്. അതായത് ഇന്ത്യയിൽ നടന്ന അതിക്രമങ്ങൾ, അത് ക്രൈസ്തവർക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ലേഖനം തുടങ്ങുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനിടെ, അതായത് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ക്രൈസ്തവ സമൂഹത്തിനെതിരെ അതിക്രമങ്ങൾ ഇന്ത്യയിൽ വർദ്ധിച്ചു വരുന്നു. അതിന് പിന്നിൽ ബി.ജെ.പി. ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് ഈ പ്രശ്നങ്ങൾ കൂടുതൽ, ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ നടക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നോക്കുകയാണെങ്കിൽ തീവ്ര ഹിന്ദുത്വ നിലപാടുള്ള സംഘടനകൾ തന്നെയാണ് ഈ അതിക്രമങ്ങൾക്ക് പിന്നിലെന്നുകൂടി പറയുന്നു. ഒരു വശത്ത് ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ അതിരൂക്ഷമായി നടക്കുമ്പോൾ, അല്ലെങ്കിൽ ശക്തമായി നടക്കുമ്പോൾ, മറുവശത്ത് ബി.ജെ.പിയും സർക്കാരുമെല്ലാം, കേന്ദ്ര സർക്കാരുമെല്ലാം ക്രൈസ്തവ സഭാ വിശ്വാസികളുമായി അല്ലെങ്കിൽ ക്രൈസ്തവ സഭകളുമായി വളരെ ചങ്ങാത്തം സ്ഥാപിക്കാനും അല്ലെങ്കിൽ അടുപ്പം സ്ഥാപിക്കാനും കൂടുതൽ സ്വാധീനം ചെലുത്താനുമുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ മുൻപ് കണ്ടിട്ടുള്ളത് പോലെയുള്ള ഈ ക്രിസ്തുമസിനും ഈസ്റ്ററിനുമൊക്കെ വിരുന്നൊരുക്കുന്ന നടപടികളുമെല്ലാം. അങ്ങനെ ഒരു പ്രചരണം, ക്രൈസ്തവർ കൂടുതൽ അടുക്കുന്നു ബി.ജെ.പിയുമായി എന്നുള്ള ഒരു പ്രചരണം നടത്താനാണ് ശ്രമിക്കുന്നത്. അതിൽ ഒരു പങ്കും ക്രൈസ്തവ സഭകൾക്ക് ഇല്ല എന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു നിലപാട് കൂടി പറയുന്നു. ബാലാവകാശ കമ്മീഷനും അതുപോലെ തന്നെ മതപരിവർത്തന നിരോധന നിയമവും എല്ലാം ദുരുപയോഗം ചെയ്തുകൊണ്ട് ചില അക്രമങ്ങൾ നടത്തുന്നു, ഭീഷണിപ്പെടുത്തുന്ന സാമ്പത്തികമായ നിലപാടുകളിൽ ഭീഷണിപ്പെടുത്തലടക്കം ക്രൈസ്തവ സഭാ നേതൃത്വങ്ങൾക്കെതിരെ നടക്കുന്നു എന്നുള്ള പരാമർശങ്ങൾ കൂടി ഈ ലേഖനത്തിൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ മണിപ്പൂരിൽ നടന്ന ഗോത്രവർഗങ്ങളുടെ കലാപവുമായി ആ കലാപത്തിനിടയിൽ ക്രൈസ്തവരെ ഇല്ലാതാക്കാനുള്ള ചില നടപടികളാണ് നടന്നതെന്നുള്ളൊരു രൂക്ഷ വിമർശനം കൂടി നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ RSSന്റെ മുഖപത്രമായ ഓർഗനൈസറിലും അതുപോലെ തന്നെ ബി.ജെ.പിയുടെ മുഖപത്രത്തിലുമെല്ലാം നിരന്തരമായി ക്രൈസ്തവ വിഭാഗത്തിനെതിരെ, സമൂഹങ്ങൾക്കെതിരെ ലേഖനങ്ങൾ വരുന്നു. ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുമ്പോഴാണ് ഒരു വശത്ത് സഭയുമായി കൂടുതൽ അടുക്കുന്നു എന്നുള്ള ചില ധാരണകൾ നടത്തുന്നത് എന്നുള്ള വിമർശനം. പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് വിരുന്നിൽ പങ്കെടുത്തതിന്റെ പേരിൽ ക്രൈസ്തവ പൗരോഹിത്യത്തിനെതിരെ CPMന്റെ ഭാഗത്ത് നിന്നൊക്കെ ഉണ്ടായിട്ടുള്ള വിമർശനം, അല്ലെങ്കിൽ സജി ചെറിയാൻ നടത്തിയിട്ടുള്ള പരാമർശങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അതെല്ലാം വലിയ വിവാദമായി കേരളത്തിൽ മാറിയിരുന്നു. അന്ന് സഭ പ്രതികരിച്ചത്, സഭ ആരോടൊക്കെ സംസാരിക്കണം, ആരുടെയൊക്കെ വിരുന്ന് ചടങ്ങുകളിൽ പങ്കെടുക്കണം, എന്ത് രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കണം എന്നൊന്നും ആരും പഠിപ്പിച്ചു തരണ്ട എന്നായിരുന്നു. ഇന്നിപ്പോൾ ഈ ദീപികയിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന ഈ ലേഖനത്തിൽ സഭയുടെ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കുന്ന എന്തെങ്കിലും പ്രകടമായ പരാമർശങ്ങളുണ്ടോ? തീർച്ചയായിട്ടും രാഷ്ട്രീയ നിലപാടുകൾ തന്നെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ സജി ചെറിയാന്റെ പരാമർശം വന്നപ്പോൾ അന്ന് പറഞ്ഞിരുന്നത്, സഭാ നേതൃത്വം പറഞ്ഞിരുന്നത്, ഏത് ചടങ്ങിൽ ഒരു പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെയോ ഒരു ചടങ്ങിൽ വിളിച്ചാൽ അതിൽ പോകുക എന്നുള്ളത് ഒരു മര്യാദയാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ പോയത് എന്നാണ്. അല്ലാതെ അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയമില്ല എന്ന് പറയുന്നുണ്ട്. ആ ഒരു സാഹചര്യം അങ്ങനെ പറഞ്ഞ ആ നിലപാട് സ്വീകരിച്ചപ്പോൾ അത് ബി.ജെ.പി. നേതാക്കളെ ഉയർത്തിപ്പിടിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ അതല്ല, അതിനപ്പുറത്തേക്ക് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം കൂടി കെ.സി.ബി.സി. പറഞ്ഞു വെക്കുന്നു.
വെക്കുകയാണ്. അത് ദേശീയ തലത്തിലുള്ള രാഷ്ട്രീയ നിലപാടാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുക കൂടിയാണ് ഈ ഒരു നിലപാട് KCBC പറഞ്ഞു വെക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് ഇന്ത്യയിൽ പൊതുവെ നോർത്ത് ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള ചില അതിക്രമങ്ങൾ ക്രൈസ്തവർക്കെതിരെ നടക്കുന്നു. അതിന്റെ തീവ്രത ഇപ്പോഴും കുറഞ്ഞിട്ടില്ല. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഈ കണക്ക് വർദ്ധിക്കുകയാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ ലേഖനം തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നിലപാടായി തന്നെ വ്യാഖ്യാനിക്കുന്നതിൽ തെറ്റില്ല എന്ന് ശരി, ടോബി ജോൺസൺ ആണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ദീപികയിൽ പ്രത്യക്ഷപ്പെട്ട ലേഖനത്തിൽ BJPക്കെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നു. തല്ലും തലോടലുമായി മുന്നോട്ടു പോകുന്ന BJPയുടെ നിലപാടുകളെ വിമർശിച്ചിരിക്കുകയാണ് ലേഖനം. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്നും അതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.